വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഹെട്രോതാലിസത്തിൻ്റെ രണ്ട് ടൈപ്സ് ആണ്, മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഹെട്രോതാലിസം. സോ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. MSc BSc HSST എസ്പയർ ആയിട്ടുള്ള ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. മോർഫോളജിക്കൽ ഹെട്രോതാലിസം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെഫിനിഷൻ കൊടുത്താൽ ഇറ്റ്സ് എ കണ്ടീഷൻ when morphologically different sex organs are produced in two closely associated mycelium. അതായത് ഹെട്രോതാലിസം നടക്കുകയാണ്, രണ്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള മൈസീലിയം തമ്മിൽ ഹെട്രോതാലിസം നടക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത്, ആ ഒരു രണ്ട് മൈസീലിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്സ് ഓർഗൻസ് ആയിരിക്കും. അവയുടെ പുറമെ കാണാൻ വ്യത്യാസം ഉണ്ടായിരിക്കും. വേറൊരു രീതിയിൽ നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ദ ടു സെക്സ് ഓർഗൻസ് അല്ലെങ്കിൽ ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത് മോർഫോളജിക്കലി ഡിഫറെൻറ്റ്. ആ ഒരു മോർഫോളജിക്കലി വ്യത്യാസമുള്ളത് കാരണം അവയ്ക്ക് മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. അക്കിലിയ ആംബിസെക്ഷുവാലിസ്, അക്കിലിയ ബൈസെക്ഷുവാലിസ്, ബ്ലാസ്റ്റോകാലിയല്ല വേരിയബിലിസ്, ഡിക്റ്റിയോക്കസ് മോണോസ്പോറസ്, ഫൈറ്റോഫ്തോറ പാൽമിവോറ ആൻഡ് പെറനോസ്പോറ പാരാസിറ്റിക്ക. ഇതാണ് മെയിൻലി മോർഫോളജിക്കൽ ഹെട്രോതാലിസം കാണുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ നമുക്ക് ബ്ലാസ്റ്റോക്ലാഡിയല്ല വേരിയബിലിസ് എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസിൻ്റെ എക്സാമ്പിൾ എടുത്താൽ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയുടെ മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നതും ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നതും മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്. കാരണം മെയിൽ എപ്പോഴും സ്മോളർ ആയിരിക്കും ഫീമെയിലിനേക്കാളും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പിക്ചറിൽ തന്നെ മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഹെട്രോതാലിസം കാണിക്കുന്ന സ്പീഷീസ് ആണ് മോർഫോളജിക്കൽ ഹെട്രോതാലിസം എന്ന് പറയുന്നത്. സോ വൈറ്റ് ഹൗസി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1949 ഈ ഒരു മോർഫോളജിക്കൽ ഹെട്രോതാലിസം എന്ന് പറയുന്ന ടേമിനെ ഹാപ്ലോഡയേഷ്യസ് എന്ന് പറയുന്ന ടേമുമായിട്ട് ഇക്വിവാലൻ്റ് ആണ്. ഈ ഒരു ടേമും കൂടി അദ്ദേഹം ഈ മോർഫോളജിക്കൽ ഹെട്രോതാലിസം പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ഹെട്രോതാലിസം ആണ്. അപ്പോൾ അവിടെ എന്തോ ഫിസിയോളജിക്കലി ആണ് മാറ്റം വരുന്നത്. ഓക്കെ, അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ടു മോർഫോളജിക്കലി സിമിലർ ബട്ട് ഫിസിയോളജിക്കലി ഡിഫറെൻറ്റ് ഹൈഫേ. ഇപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹെട്രോതാലിസം നടക്കുന്നത് മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള രണ്ട് ആൾക്കാരായിരിക്കും, പക്ഷെ അവയ്ക്ക് ഫിസിയോളജിക്കലി എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഫിസിയോളജിക്കലി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടത് അതിൻ്റെ ബേസ് ചെയ്തിട്ട് മെയിൻലി രണ്ട് ടൈപ്പ് ഫിസിയോളജിക്കൽ ഹെട്രോതാലിസം കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടു അലീൽ ഹെട്രോതാലിസം. ഓക്കെ, നമുക്കിവിടെ മനസ്സിലാക്കാം അലീൽസിലുള്ള വ്യത്യാസമാണ് ഈ ഒരു ഫിസിയോളജിക്കൽ ഹെട്രോതാലിസം എന്ന രീതിയിൽ പറയുന്നത്. സോ എന്താണ് ടു അലീൽ ഹെട്രോതാലിസം? The nuclei of both the mating types are different in genetic characters and represented by A and A located at a single same locus of allele. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ ടേം സിംഗിൾ ആയിട്ടുള്ള സെയിം ലോക്കസിലാണ്. അതായത് ഒരു ക്രോമസോം ഉണ്ട്, രണ്ട് സ്ട്രെയിൻസിലും ഉള്ള ക്രോമസോമിൽ സെയിം ലോക്കസിലാണ് ഈ രണ്ട് അലീൽസും ഉണ്ടാകുന്നത്. അതിൽ ഒരു അലീൽ A ആണ്, മറ്റേത് സ്മോൾ a ആയിട്ട് സൂചിപ്പിക്കും. അതിൽ ക്യാപിറ്റൽ A ആണ് എപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, ദ അലീൽ ക്യാപിറ്റൽ A ഈസ് ഡോമിനേറ്റഡ് ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ പ്ലസ് ആൻഡ് സ്മോൾ a ഈസ് റെപ്രസെൻറ്റഡ് ബൈ മൈനസ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ A ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക ഡോമിനേറ്റ് ആയിട്ടുള്ളത്. സോ ദ സ്പോർ ബിയറിംഗ് പ്ലസ് അലീൽ വിൽ പ്രൊഡ്യൂസ് പ്ലസ് മൈസീലിയ ആൻഡ് സ്പോർ വിത്ത് നെഗറ്റീവ് അലീൽ വിൽ ഗിവ് റൈസ് ടു നെഗറ്റീവ് മൈസീലിയ. അത് യൂണിസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഹെട്രോതാലിസം എന്ന് മനസ്സിലാക്കണം. പ്ലസ് സ്ട്രെയിൻ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും പ്ലസ് മൈസീലിയം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, നെഗറ്റീവ് അലീലുള്ള ആൾക്കാർ എപ്പോഴും നെഗറ്റീവ് മൈസീലിയം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള കേസിൽ ഒരു ഫിസിയോളജിക്കൽ ഹെട്രോതാലിസം എപ്പോൾ മാത്രമാണ് കോമ്പാറ്റിബിൾ ആകുന്നത്? അതായത് ഒരു പ്ലസ് മൈസീലിയവും മൈനസ് മൈസീലിയവും ചേർന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എയും സ്മോൾ എയും, ഓക്കെ, ഒന്ന് ക്യാപിറ്റൽ എ ഉള്ള ആൾക്കാരും ഒന്ന് സ്മോൾ എ ഉള്ള ആൾക്കാരും തമ്മിൽ പെയർ ചെയ്താൽ മാത്രമേ അവ കോമ്പാറ്റിബിൾ ആവുള്ളൂ. അതായത് ഒന്നിക്കൽ ക്യാപിറ്റൽ എയും അതായത് പ്ലസും പ്ലസും ആണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അവ കോമ്പറ്റബിൾ അല്ല, നെഗറ്റീവും നെഗറ്റീവും ആണ് ആകുന്നതെങ്കിൽ അവ കോമ്പറ്റബിൾ അല്ല, സെൽഫ് സ്റ്റെറൈൽ ആയിരിക്കും ആൾക്കാർ. ഒന്നിക്കൽ അത് ക്യാപിറ്റൽ A സ്മോൾ എ അല്ലെങ്കിൽ സ്മോൾ എ ക്യാപിറ്റൽ എ, ഈ രണ്ട് പെയറിങ് മാത്രം ഉണ്ടായ അലീൽസിൽ മാത്രമേ കോമ്പാറ്റിബിൾ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ.
ഓക്കെ, ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആസ്കോബോളസ് മാഗ്നിഫിക്കസ്, പക്സീനിയ ഗ്രാമിനിസ്, ന്യൂറോസ്പോറ സൈറ്റോഫില, മ്യൂക്കർ മിക്കഡോ, യുസ്റ്റിലാഗോ കൊലേരി എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഒരു 2 അല്ലിൽ ഹെട്രോതാലിസത്തിൻ്റെയും ഇനി മൾട്ടിപ്പിൾ അല്ലിൽ ഹെട്രോതാലിസത്തിൻ്റെ ഒക്കെ ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ എന്താണ് നമുക്ക് രണ്ടാമത്തെ ടേം ആയിട്ടുള്ള മൾട്ടിപ്പിൾ അലീലോമോർഫ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അലീൽ ഹെട്രോതാലിസം എന്ന് നോക്കാം. സോ 2 അലീൽ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടാണ്, ഒരു പെയർ ഓഫ് അലീൽസ് ആണ്. പക്ഷെ മൾട്ടിപ്പിൾ അലീൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, രണ്ടിൽ കൂടുതൽ അലീൽസ് ഉണ്ടായിരിക്കും അല്ലേ, മോർ ദാൻ 2 അലീൽസ് ആയിരിക്കും ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. സെക്ഷുവലി കോമ്പാറ്റിബിലിറ്റി, അത് കോമ്പാറ്റിബിൾ ആണോ ഇല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് രണ്ടിൽ കൂടുതൽ അലീലുകൾ ചേർന്നിട്ടാണ്. അപ്പം ഇത് രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ഈ ഒരു മൾട്ടിപ്പിൾ അലീലോമോർഫ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ദിസ് മേ ബി ലൊക്കേറ്റഡ് അറ്റ് ഒരു ലോക്കസിലോ അല്ലെങ്കിൽ 2 ലോക്കസിലോ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ ഈ ലാർജ് നമ്പർ അലീൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഹെട്രോതാലിസത്തിൽ കോമ്പാറ്റിബിൾ ആയിട്ടുള്ള സ്ട്രെയിൻസ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇതിൻ്റെ 2 ടൈപ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് ബൈ പോളാർ മൾട്ടിപ്പിൾ അലീൽ ഹെട്രോതാലിസം ആണ്. അതായത് ബൈ പോളാർ ആണ് ഹെട്രോതാലിസം എന്ന് പറയുന്നതിൽ ഈ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ലോക്കസിലാണ്. നമ്മൾ ആദ്യം 2 അലീൽ പറഞ്ഞപ്പോൾ ഒരു ലോക്കസിൽ തന്നെ ഒരു പെയർ ആണ് ഉള്ളത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആ സിംഗിൾ ലോക്കസിൽ തന്നെ മൾട്ടിപ്പിൾ അലീൽസ് കാണുന്നുണ്ട്. അതിനെ കോപ്രിനസ് കൊമാറ്റസ് എന്ന് പറയുന്ന സ്പീഷീസിലാണ് മെയിൻലി ഈ ഒരു ബൈപോളാർ മൾട്ടിപ്പിൾ അലീൽ ഹെട്രോതാലിസം കാണുന്നത്. രണ്ടാമത്തത് ടെട്രാപോളാർ മൾട്ടിപ്പിൾ അലീൽ ഹെട്രോതാലിസം. ടെട്രാപോളാർ എന്ന് പറയുമ്പം എന്താ, 2 ലോക്കസ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. 2 ലോക്കസ് ആണ് ഇവിടെ മൾട്ടിപ്പിൾ അലീൽസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ മെയിൻ ടേംസ് മാത്രം പഠിച്ചു വെക്കുക. ബൈപോളാർ മൾട്ടിപ്പിൾ അലീലിസും ടെട്രാപോളാർ മൾട്ടിപ്പിൾ അലീൽസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. തന്നെ ഇതിൻ്റെ എക്സാമ്പും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. യൂസ്റ്റിലാഗോഫ്മീഡിസ്, കോംബ്രിനസ്, ഫിർമാറ്റീരിയസ്. നമ്മുടെ HSST ബോട്ടണിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ടേം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.